Hi children, welcome to science class. In the last class, we have started chemical effects of electric current. Chapter name chemical effects of electric current. Okay. നമ്മൾ ടെസ്റ്ററിനെ കുറിച്ചൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. Okay. Okay, we can continue here. Another tester. Tester വേറെ type tester ആണ്. Take the tray from the inside a discarded matchbox. ഒരു matchboxന്റെ ഇൻസൈഡിലുള്ള ട്രേ എടുക്കുക. Wrap an electric wire a few times around the tray. എന്നിട്ട് ഒരു ഇലക്ട്രിക് വയർ ഇതിൽ പിക്ചറിൽ കാണുന്നത് പോലെ റാപ്പ് ചെയ്യുക, ചുറ്റുക. Place a small compass needle inside it. ഇതിലൊരു സ്മോൾ കോമ്പസ് നീഡിൽ ഇതിന്റെ ഉള്ളിൽ വെക്കുക. Now connect one free end of the wire to the terminal of a battery. എന്നിട്ട് ഇതിന്റെ ഒരു വയറിന്റെ ഒരു ടെർമിനൽ ബാറ്ററിയിലേക്ക് ബാറ്ററിന്റെ പോസിറ്റീവിനോട് കണക്ട് ചെയ്യാം. ലീവ് ദ അതർ ആൻഡ് ഫ്രീ. മറ്റേ എൻഡ് എന്താക്കണം? ഫ്രീ ആക്കി വിടണം. ടേക്ക് അനദർ പീസ് ഓഫ് വയർ ആൻഡ് കണക്ട് ഇറ്റ് ടു ദ അതർ ടെർമിനൽ ഓഫ് ദ ബാറ്ററി. വേറൊരു പീസ് വയർ എടുത്തിട്ട് ബാറ്ററിന്റെ നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്യാം. ജോയിൻ ദ ഫ്രീ എൻഡ്സ് ഓഫ് ടു വയേഴ്സ് മൊമെന്ററിലി. The compass needle should show deflection. അപ്പൊ ഇതിന്റെ ഫ്രീ എൻഡ്സ് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? ഇതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യും. കോമ്പസ് നീഡിൽ എന്ത് കാണിക്കും? ഡിഫ്ലക്ഷൻ കാണിക്കും. കോമ്പസ് നീഡിൽ ഒരു ചെറിയ ഇളക്കം സംഭവിക്കും. യുവർ ടെസ്റ്റർ വിത്ത് ടു ഫ്രീ എൻഡ്സ് ഓഫ് ദ വയർ ഈസ് റെഡി. അങ്ങനെയാണെങ്കിൽ ടെസ്റ്റർ റെഡിയാണ്. Now repeat activity 14.2 using this tester. എന്നിട്ട് ഈ ആക്ടിവിറ്റി നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത ആക്ടിവിറ്റി ഈ ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ചെയ്യാം. Do you find a deflection in the compass needle to the moment you dip the free ends of the tester in lemon juice? Lemon juice വെച്ചിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ആ ലെമൺ ജ്യൂസ് വെച്ച സമയത്ത് നമ്മൾ LED അല്ലെങ്കിൽ ബൾബ് ആയിരുന്നു യൂസ് ചെയ്തത്. അപ്പൊ LED അല്ലെങ്കിൽ ബൾബ് മാറ്റിയിട്ട് അതിന് പകരം ഈ മാച്ച് ബോക്സും കോമ്പസ് നീഡിലും കൂടെ യൂസ് ചെയ്യാം. എന്നിട്ട് ഡിഫ്ലക്ഷൻ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ടേക്ക് ഔട്ട് ദ എൻഡ്സ്. അതായത് ചെറിയ ഒരു വീക്ക് കറണ്ട് ആണ് പോയതെങ്കിൽ പോലും ഡിഫ്ലക്ഷൻ നമുക്ക് അറിയാൻ പറ്റും. Take out the ends of the tester from the lemon juice, dip them in water and then wipe them dry. Repeat the activity with other liquids such as tap water, vegetable oil, milk, honey. In each case, observe whether the magnetic needle shows deflection. എന്നിട്ട് ഓരോ പ്രാവശ്യം ഫസ്റ്റ് എന്ത് ലെമൺ ജ്യൂസിൽ വെച്ചു, ഡിഫ്ലക്ഷൻ കാണിച്ചു. പിന്നെ വാട്ടറിൽ വെക്കുക, ടാപ്പ് വാട്ടറിൽ വെക്കുക, ഹണിയിൽ വെക്കുക, മിൽക്കില്, വെജിറ്റബിൾ ഓയിലൊക്കെ ഈ ടെസ്റ്റർ വെച്ചിട്ട് ചെയ്തു നോക്കാം. ലെമൺ ജ്യൂസിൽ വെക്കുന്ന സമയത്ത് കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കും. സോ റൈറ്റ് ഹിയർ യെസ് ആൻഡ് ലെമൺ ജ്യൂസ് ഇസ് എ ഗുഡ് കണ്ടക്ടർ. നെക്സ്റ്റ് വിനിഗർ. ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ അതൊരു ആസിഡ് ആണ്. അപ്പൊ ഒരു ആസിഡ് അല്ലെങ്കിൽ ബേസ് സോൾട്ട് ഒക്കെ വരുന്നതിന്റെ അകത്ത് ഡിഫ്ലക്ഷൻ കാണിക്കും, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. അതുകൊണ്ട് അതൊരു ഗുഡ് കണ്ടക്ടർ ആണ്. വിനിഗർ ഈസ് ഓൾസോ ആസിഡ്. സോ compass needle shows deflection. Right here yes, and vinegar is good conductor. Next tap water. Tap water ന്റെ അകത്ത് എന്തുണ്ടായിരിക്കും? സോൾട്ട് ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്? അതും യെസ് ആണ്. കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കും, ഗുഡ് കണ്ടക്ടർ ആണ്. വെജിറ്റബിൾ ഓയിൽ എന്ന് പറയുന്നത് ഉപയോഗിക്കുന്ന സമയത്ത് പുവർ കണ്ടക്ടർ ആണ്. അതുകൊണ്ട് കോമ്പസ് നീഡിൽ ഡസ് നോട്ട് ഷോ ഡിഫ്ലക്ഷൻ കാണിക്കില്ല. മിൽക്ക് എന്ന് പറയുമ്പോൾ അതിന്റെ അകത്ത് എന്താണ്? ആസിഡ് ഉണ്ട്. മിൽക്ക് കേർഡിലൊക്കെ ആസിഡ് ഉണ്ട്. അപ്പൊ മിൽക്ക് വെക്കുന്ന സമയത്തും ഡിഫ്ലക്ഷൻ കാണിക്കും, യെസ് ആണ്. മിൽക്ക് എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ആണ്. ഹണി എന്ന് പറയുന്നത് ഷുഗർ ആണ്. അപ്പം ഹണീന്റെ അകത്ത് എന്ത് കാണിക്കുന്നില്ല? കോമ്പസ് നീഡിൽ ഡിഫ്ലക്ഷൻ കാണിക്കുന്നില്ല. സോ ഹണി ഈസ് പുവർ കണ്ടക്ടർ. ഓക്കെ. അതുപോലെ ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്യുവർ വാട്ടർ ആണ്. അപ്പൊ ഡിസ്റ്റിൽഡ് വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. ഡിസ്റ്റിൽഡ് വാട്ടർ ഇസ് പുവർ കണ്ടക്ടർ. ഓക്കെ. നെക്സ്റ്റ്, സോ റൈറ്റ് ഹിയർ under certain conditions most materials can conduct. ചില സമയത്ത് എന്താണ്? ആസിഡ് ബേസ് സോൾട്ട് അടങ്ങിയ മെറ്റീരിയൽസ് ഒക്കെ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യും. ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് പ്രിഫറബിൾ ടു ക്ലാസിഫൈ മെറ്റീരിയൽസ് ആസ് ഗുഡ് കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ക്ലാസിഫൈങ് ആസ് കണ്ടക്ടേഴ്സ് ആൻഡ് ഇൻസുലേറ്റേഴ്സ്. ചില സമയത്ത് എന്താണ്? മെറ്റീരിയൽ കണ്ടക്ട് ചെയ്യും, ചില സമയത്ത് കണ്ടക്ട് ചെയ്യില്ല. അതുകൊണ്ട് മെറ്റീരിയൽസിനെ കണ്ടക്ടേഴ്സ്, ഇൻസുലേറ്റേഴ്സ് എന്ന് പറഞ്ഞ് ക്ലാസിഫൈ ചെയ്യേണ്ട. കണ്ടക്ടേഴ്സ് ആൻഡ് പുവർ കണ്ടക്ടേഴ്സ്. ഓക്കെ.
We have tested the conduction of electricity through tap water. Let us now test the conduction of electricity through distilled water. Tap water എന്ന് പറയുമ്പോൾ സോൾട്ടിന്റെ കണ്ടന്റ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ഗുഡ് കണ്ടക്ടർ ആയിരിക്കും. ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ ഡിസ്കസ് ചെയ്തു, പ്യുവർ ആയതുകൊണ്ട് അതിലൂടെ എന്തുണ്ടാവില്ല, ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല, പവർ കണ്ടക്ടർ ആയിരിക്കും. Next, look at the another activity. Take about 2 teaspoonful of distilled water in a clean and dry plastic or rubber cap of a bottle. Bottle 2 teaspoon full ആയിട്ട് distilled water ആയിരിക്കാം എടുക്കുക. Use the tester to test whether distilled water conduct electricity or not. Electricity conduct ചെയ്യുന്ന distilled water conduct ചെയ്യുന്ന ടെസ്റ്റർ വെച്ചിട്ട് ചെക്ക് ചെയ്യാം. What do you find? എന്താ നമ്മൾ കണ്ടെത്തുക? Does distilled water conduct electricity? No, distilled water electricity conduct ചെയ്യില്ല. Now dissolve a pinch of common salt in distilled water. അതിനുശേഷം നമ്മൾ എടുത്തിട്ടുള്ള distilled water ഒരു മൂടിയിലാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, അതിലേക്ക് കുറച്ച് സാൾട്ട് ആഡ് ചെയ്യുക. സാൾട്ട് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഡിസോൾവ് ചെയ്യിക്കുക. അഗെയിൻ ടെസ്റ്റ്, എന്നിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക. വാട്ട് ഡു യു കൺക്ലൂഡ് ദിസ് ടൈം? അപ്പൊ എന്താ സംഭവിക്കുക? ദാറ്റ് ടൈം that distilled salt dissolve ചെയ്തിട്ടുള്ള distilled water conduct electricity നെ conduct ചെയ്യുന്നുണ്ട്. When salt is dissolved in distilled water, we obtain salt solution. Salt distilled water dissolve ചെയ്ത salt solution കിട്ടും. This is conductor of electricity. The water that we get from sources such as taps, hand pumps, wells and pond is not pure. നമുക്ക് tap water, hand pump, well അതുപോലെ അതൊന്നും പ്യുവർ അല്ല. It may contain several salt dissolved in. അതിൻ്റെ അകത്തേക്ക് എന്തായിരിക്കും? Salt dissolve ആയിട്ടുണ്ടായിരിക്കും. Small amount of mineral salt are naturally present in it. അതിൻ്റെ അകത്ത് small amount mineral salt natural ആയിട്ട് അതിലുണ്ട്. This water is thus a good conductor of electricity. അതുകൊണ്ട് ഇലക്ട്രിസിറ്റിന്റെ good conductor ആണ്. On the other hand, distilled water is free of salt. Distilled waterൽ salt ഇല്ല, that is poor conductor. Okay. Small amount of mineral salt present naturally in water are beneficial for human health. However, these salt make water a good conductor, so we should never handle electrical appliances with wet hand or while standing on a wet floor. Okay? എന്താണ് wet hand ഓടെ ഹാൻഡിൽ ചെയ്ത ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ നമുക്ക് ഷോക്ക് ഏൽക്കും. Next, we have found that common salt when dissolved in distilled water make it a good conductor. What are the other substances which when dissolved in distilled water? Look at the another activity. Take 3 clean plastic or rubber caps of bottles. Plastic cap എടുക്കുക അല്ലെങ്കിൽ ബോട്ടിൽ എടുക്കുക. Pour about 2 teaspoonful of distilled water in each of them. എന്താക്കണം? 2 teaspoon full ആയിട്ട് distilled water എടുക്കുക. Add a few drops of lemon juice. Lemon juice എടുക്കുക. Add few drops of lemon juice അല്ലെങ്കിൽ dilute hydrochloric acid എടുക്കുക to distilled water in 1 cap. ഒരു ക്യാപ്പിൽ എടുത്തിട്ടുള്ള distilled waterലേക്ക് dilute hydrochloric acid add ചെയ്യുക അല്ലെങ്കിൽ lemon juice add ചെയ്യാം. Now in the second cap containing distilled water, add a few drops of base such as caustic soda and potassium iodide. രണ്ടാമത്തെ ക്യാപ്പിൽ എടുത്തിട്ടുള്ള ഡിസ്റ്റിൽഡ് വാട്ടറിലേക്ക് ഒന്നുകിൽ കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ പൊട്ടാസ്യം അയോഡൈഡ് ആഡ് ചെയ്യാം. കോസ്റ്റിക് സോഡ, പൊട്ടാസ്യം അയോഡൈഡ് എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് എ ബേസ് ആണ്. Add a little sugar to the distilled water in the third cap and dissolve it. മൂന്നാമത്തെ ക്യാപ്പിൽ ഡിസ്റ്റിൽഡ് വാട്ടർ എടുത്ത് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക. Test which solution conduct electricity and which do not. എന്നിട്ട് ടെസ്റ്റർ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്യുക ഏതൊക്കെയാണ് കണ്ടക്ട് ചെയ്യുന്നത്, ഏതൊക്കെ കണ്ടക്ട് ചെയ്യുന്നില്ല. Most liquids that conduct electricity are solutions of acid, bases and salt. നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ആസിഡ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ബേസ് അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും, ആൻഡ് അറ്റ് ദ സെയിം ടൈം സോൾട്ട് അടങ്ങിയിട്ടുള്ള സൊല്യൂഷൻസ് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ഓക്കെ. Next, chemical effect of electric current. Chemical effect electric current. In class 7, we have learned some effects of electric current. Can you list this effect? നമ്മൾ heating effect, electric current heating effect ഒക്കെ discuss ചെയ്തിട്ടുണ്ട്. Okay. Look at the activity. Take out carbon rods carefully from 2 discarded cell ബാറ്ററിന്റെ അകത്ത് നിന്നുള്ള ബാറ്ററി നമ്മൾ പൊളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററിന്റെ ഉള്ളിൽ 2 കാർബൺ റോഡ് ഉണ്ടായിരിക്കും, അതെടുക്കുക. ക്ലീൻ ദെയർ മെറ്റൽ ക്യാപ്സ് വിത്ത് സാൻഡ് പേപ്പർ. അതിന്റെ മെറ്റൽ ക്യാപ്പ് സാൻഡ് പേപ്പർ ഉപയോഗിച്ച് നല്ല റബ്ബ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യുക.
Wrap copper wire around the metal caps of the carbon rod and join them to a battery. എന്നിട്ട് ഈ മെറ്റൽ ക്യാപ്പിന് ചുറ്റും കോപ്പർ വയർ ഉപയോഗിച്ചിട്ട് റാപ്പ് ചെയ്യുക, ചുറ്റിയിട്ട് അതിന്റെ ഓരോ എൻഡും ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുക. We call these two rods electrodes. ഈ two rodsനെ ബാറ്ററിന്ന് എടുത്തിട്ടുള്ള മെറ്റൽ റോഡാണിത്, കാർബൺ റോഡാണ്. അതിനെ ഇലക്ട്രോഡ്സ് എന്നാണ് പറയുന്നത്. ഇതാണ് മെറ്റൽ ക്യാപ്പ്, ഇത് വാട്ടർ ആണ്. ഓക്കെ, ഒരു ടെസ്റ്റർ ആണിത്. Pour a cup full of water in a glass or bowl. ഒരു കപ്പ് വാട്ടർ എടുത്തിട്ട് ആ ബീക്കറിലേക്ക് ഒഴിക്കുക. ആഡ് എ ടീസ്പൂൺ ഫുൾ ഓഫ് സാൾട്ട് ഓർ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ലെമൺ ജ്യൂസ് ടു വാട്ടർ ടു മേക്ക് ഇറ്റ് മോർ കണ്ടക്ടിങ്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ലെമൺ ജ്യൂസ് അല്ലെങ്കിൽ സാൾട്ട് ആഡ് ചെയ്യുക. നൗ ഇമേഴ്സ് ഇലക്ട്രോഡ്സ് ഇൻ ദിസ് സൊല്യൂഷൻ. എന്നിട്ട് ആ സൊല്യൂഷനിലേക്ക് ഇലക്ട്രോഡ്സിനെ വെക്കാം. Make sure that the metal caps of the carbon rods are outside the water. പിക്ചറിൽ കാണുന്നത് പോലെ മെറ്റൽ ക്യാപ്സ് ഒരിക്കലും അതിൽ ഡിസോൾവ് ചെയ്ത് നിൽക്കരുത്. മെറ്റൽ ക്യാപ്സ് ഈ വാട്ടറിന്റെ മുകളിലായിട്ടാണ് നിൽക്കുന്നത്. Wait for 3 to 4 minutes. 3 to 4 minutes എന്താക്കണം, വെയിറ്റ് ചെയ്യണം. Observe the electrodes carefully. എന്നിട്ട് ഇലക്ട്രോഡ്സ് നോക്കുക. Do you notice any gas bubbles near the electrodes? അപ്പൊ കുറച്ച് കഴിഞ്ഞ് നോക്കിയാൽ നമുക്ക് ഇലക്ട്രോഡ്സിന്റെ അടുത്തായിട്ട് ഗ്യാസ് ബബിൾസ് കാണാൻ പറ്റും. അപ്പൊ അതെന്താണ്? Can we call the change taking place in this solution a chemical change? അപ്പൊ അവിടെ ഒരു കെമിക്കൽ ചേഞ്ച് നടന്നത് കൊണ്ടാണ് ഗ്യാസ് ബബിൾസ് അവിടെ ഉണ്ടായത്. നിങ്ങൾ 7th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട് കെമിക്കൽ ചേഞ്ചും ഫിസിക്കൽ ചേഞ്ചും. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് കുറച്ച് ടൈമിനേക്കുള്ളതാണ്. ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നില്ല. കെമിക്കൽ ചേഞ്ച് എന്ന് പറയുമ്പോൾ അത് സ്ഥിരമായിട്ടുള്ള ചേഞ്ച് ആണ്. ന്യൂ സബ്സ്റ്റൻസ് അവിടെ ഫോം ചെയ്യുന്നു. ഇപ്പൊ ഒരു കടലാസ് കത്തുന്നത്, ഒരു പേപ്പർ കത്തി കഴിഞ്ഞാൽ ആഷ് ഉണ്ടായി, അതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. നമുക്ക് ആദ്യത്തെ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. നമ്മളൊരു കാൻഡിൽ മെൽറ്റ് ചെയ്യുന്നത്, അത് മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും കാൻഡിൽ ആക്കാൻ പറ്റും. അപ്പൊ അങ്ങനത്തെ ടൈപ്പ് അത് ഫിസിക്കൽ ചേഞ്ച് ആണ്. Okay, in 1800, a British chemist William Nicholson had shown that if electrodes were immersed in water, electrodes waterൽ ഡിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഡിപ്പ് ചെയ്ത് അതിലൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ബബിൾസ് ഓഫ് ഓക്സിജൻ, ഹൈഡ്രജൻ were produced. നമുക്കറിയാം വാട്ടർ എന്ന് പറയുമ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ആണ്. വാട്ടറിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് അത് സെപ്പറേറ്റ് ആവും, ഹൈഡ്രജനും ഓക്സിജനും ആയിട്ട് സെപ്പറേറ്റ് ആവും. ഓക്സിജൻ ബബിൾസ് ഫോംഡ് ഓൺ ദി ഇലക്ട്രോഡ് കണക്റ്റഡ് ടു ദ പോസിറ്റീവ് ടെർമിനൽ ഓഫ് ദ ബാറ്ററി. അപ്പം ഓക്സിജൻ ഉണ്ടായിട്ടുള്ളത് ബബിൾസിലൂടെയാണ് നമുക്ക് ഗ്യാസസ് ഉണ്ടായെന്ന് അറിയുന്നത്. ഓക്സിജൻ ഉണ്ടായിട്ടുള്ളത് ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിലാണ്. നെഗറ്റീവ് ടെർമിനലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡിൽ ഹൈഡ്രജൻ ബബിൾസ് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, the passage of an electric current through conducting solution causes chemical reaction. അപ്പോൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സമയത്ത് കെമിക്കൽ റിയാക്ഷൻ നടന്നു. അതിന്റെ റിസൾട്ട് ആയിട്ട് ബബിൾസ് ഓഫ് ഗ്യാസസ് may be formed on the electrodes. ഇലക്ട്രോഡ്സിൽ ഗ്യാസ് ബബിൾസ് ഫോം ചെയ്തു. ഡെപ്പോസിറ്റ് ഓഫ് മെറ്റൽ may be seen on the electrodes. ഇലക്ട്രോഡ്സിന്റെ മുകളിൽ ഒരു ഡെപ്പോസിറ്റ് നമുക്ക് കാണാൻ പറ്റും. ചേഞ്ചസ് ഓഫ് കളർ ഓഫ് സൊല്യൂഷൻസ് മേ ഒക്കർ. കളർ, സൊല്യൂഷന്റെ കളർ ചേഞ്ച് ഉണ്ടായിരിക്കും. ദ റിയാക്ഷൻ വുഡ് ഡിപ്പെൻഡ് ഓൺ വാട്ട് സൊല്യൂഷൻ ആൻഡ് ഇലക്ട്രോഡ്സ് ആർ യൂസ്ഡ്. അപ്പൊ ആ കളർ ചേഞ്ചും ഡെപ്പോസിറ്റും ഒക്കെ എന്തിനാ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്? നമ്മൾ എടുത്തിട്ടുള്ള സൊല്യൂഷനെയും ഇലക്ട്രോഡ്സിനെയൊക്കെയാണ് ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കളർ ആ സൊല്യൂഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ വീണ്ടും നമുക്ക് ആദ്യത്തെ ഫോമിലേക്ക് മാറ്റാൻ പറ്റില്ല. ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് അവിടെ കളർ വന്നിട്ടുള്ളത്. ദീസ് ആർ സം ഓഫ് ദി കെമിക്കൽ ഇഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. Okay, look at the another activity, testing potato. What is the activity? Bujo decided to test whether some fruits and vegetable also conduct electricity. Vegetable അല്ലെങ്കിൽ fruits electricity conduct ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. He cut a potato into 2 halves. പൊട്ടറ്റോനെ 2 ഹാഫ് ആക്കി, എന്നിട്ട് കോപ്പർ വയർ എന്താക്കി, ആൻഡ് ഇൻസേർട്ടഡ് ദ കോപ്പർ വയർ ഓഫ് എ ടെസ്റ്റർ into it. ഇതിന്റെ ടെസ്റ്ററിന്റെ ഫ്രീ എൻഡിലുള്ള ഫ്രീ എൻഡ് ഈ പൊട്ടറ്റോന്റെ മുകളിൽ ഇൻസേർട്ട് ചെയ്തു. പിന്നെ എന്താ ചെയ്തത്? ജസ്റ്റ് then his mother called him and forgot to take out the wires of the tester inserted into the potato. അപ്പൊ അവൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവന്റെ അമ്മ വിളിച്ചു. അപ്പൊ അവനെ എന്താണ് പൊട്ടറ്റോയില് ഇമേഴ്സ് ചെയ്തിട്ടുള്ള ടെസ്റ്ററിന്റെ ഫ്രീ ഹാൻഡ് എടുക്കാൻ മറന്നു. When he came back after half an hour, he noticed that there was a greenish blue spot on the potato. അപ്പൊ കുറച്ച് കഴിഞ്ഞതിന് ശേഷം, ഹാഫ് ആൻ അവറിന് ശേഷം വന്നപ്പോ അവൻ എന്താ കണ്ടത്? പൊട്ടറ്റോന്റെ മുകളിൽ ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് കാണാൻ പറ്റി. ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് ആണ് കാണാൻ പറ്റിയത്. ഏതാണ്? പൊട്ടറ്റോ around one wire, whereas there was no such spot around the other wire. അപ്പൊ ഒരു വയറിന് ചുറ്റുമാണ് ഗ്രീനിഷ്
ബ്ലൂ സ്പോട്ട് കണ്ടത്. ഹി വാസ് സർപ്രൈസ്ഡ് വിത്ത് ദിസ് ഒബ്സർവേഷൻ along with Paheli repeated this activity many times. They found that it was always the wire connected to the positive terminal. അപ്പൊ ബ്ലൂയിഷ് സ്പോട്ട്, ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് കണ്ടത് ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വയറിലാണ്. ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള വയറിൽ എന്താ സംഭവിച്ചത്? ഒരു ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് കാണാൻ പറ്റി, which had a greenish blue spot around it. They felt that this discovery was very useful because it could be used for identifying the positive terminal of a cell or battery concealed in a box. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റി മനസ്സിലായി, ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ആണ് ഇത്. ഈ വയർ കണക്ട് ചെയ്തിട്ടുള്ളത് ബാറ്ററിയുടെ പോസിറ്റീവ് ടെർമിനൽ ആണ്. അപ്പൊ ഈ ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ അറിയുന്നില്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ബ്ലൂ കളർ വന്നിട്ടുണ്ട്, അപ്പൊ ഇത് ബാറ്ററിന്റെ പോസിറ്റീവ് ടെർമിനൽ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. ഇത് പോസിറ്റീവ് ടെർമിനൽ, ഇത് ചെറിയ വര നെഗറ്റീവ് ടെർമിനൽ. ഓക്കെ, they felt that this discovery was very useful because it could be used for identifying the positive terminal of a cell or a battery concealed in a box. They decided to report their findings to Children's Magazine. Okay, ഒരു കെമിക്കൽ ഇഫക്റ്റ് നടന്നതിന്റെ റിസൾട്ട് ആയിട്ടാണ് ഇവിടെ ഈ എന്ത് വന്നത്? പൊട്ടറ്റോ മുകളിൽ ഗ്രീനിഷ് ബ്ലൂ സ്പോട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, കെമിക്കൽ ഇഫക്റ്റിന് കൂടുതൽ എക്സാമ്പിൾ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. Okay children, we will continue on next class. Study well. Thank you.